നമസ്കാരം. ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോക്കാൻ പോകുന്നത്. കിഡ്നി സ്റ്റോൺ ആണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺ കഠിനമായ നടുവേദനയും അടിവയറ്റിലെ വേദനയുമായിട്ടാണ് മിക്കവാറും പേഷ്യൻസ് ഒ പിയിൽ വരിക. അപ്പോൾ ഈ കഠിനമായ വേദന, നടുവേദനയും അടിവയറ്റിലെ വേദനയും ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു വേദന, സഹിക്കാൻ പറ്റാത്ത വേദന, അങ്ങനെ നമ്മൾ അൾട്രാസൗണ്ടിന് വിടുമ്പോഴാണ് കിഡ്നി സ്റ്റോൺ ആണ് എന്നുള്ളത് അറിയുന്നത്. ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കിഡ്നി സ്റ്റോൺ? ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? ശസ്ത്രക്രിയയൊന്നും ഇല്ലാതെ ആയുർവേദത്തിൽ കല്ലലിയിച്ച് കളയാൻ പറ്റുമോ? അത് സാധ്യമാണോ? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കിഡ്നി സ്റ്റോൺ എങ്ങനെ വരുന്നു എന്നുള്ളത് അറിയണം. കുട്ടികളിലാണെങ്കിൽ ജനിതകപരമായ കാരണങ്ങളുണ്ടാവാം. പിന്നെ പോഷകാഹാരക്കുറവ് മൂലം വരാം. വെള്ളം കുടിക്കുന്നതിൽ കുറവുകൊണ്ട് ഒബ്വിയസ്ലി ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വെള്ളം കൊടുക്കണം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് തന്നെ വെള്ളം കുടിപ്പിക്കണം. അവർ തനിയെ വന്ന് കുടിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കാൻ പാടില്ല. അവർക്ക് വെള്ളം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ മൂത്രനാളിയിൽ അണുബാധ ഉണ്ടെങ്കിലും വരാം. ഇനി മുതിർന്നവരാണെങ്കിലോ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം പലർക്കും വെള്ളം കുടിക്കാൻ മടിയാണ്. അവർക്ക് അവരുടെ ജീവിത സംബന്ധമായിട്ടുള്ള പല സ്ട്രെസ്സുകളും പ്രശ്നങ്ങളും മൂലം വെള്ളം കുടിക്കാനുള്ള മടി, മറന്നു പോകുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ഉപ്പടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുന്നവർക്കും ഈ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് മാംസാഹാരം ഡെയിലി കഴിക്കുന്നവർ, അമിതവണ്ണമുള്ളവർ, വ്യായാമം തീരെ ഇല്ലാത്തവർ, വൃദ്ധരിൽ എന്താണ് മറ്റസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരും. ഇതെല്ലാം ഈ കിഡ്നിയാണല്ലോ ഫിൽട്ടർ ചെയ്യാനുള്ളത്. കുറേ എണ്ണം അവിടെ അങ്ങനെ കല്ലായിട്ട് കിടക്കും. പിന്നെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം, പിന്നെ മറ്റ് പ്രായാധിക്യം കൊണ്ടുള്ള മെറ്റബോളിക് ഡിസോർഡറുകൾ കൊണ്ടും അല്ലെങ്കിൽ ഈ ഒരു മെറ്റബോളിസം തകരാറുകൾ കൊണ്ടൊക്കെ വരാറുണ്ട്. ഇനി അലോപ്പതിയിൽ എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സകളുള്ളത്? അതിലെന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നോക്കാം. കല്ലിൻ്റെ വലിപ്പം അനുസരിച്ച് മരുന്നുകളോ അല്ലെങ്കിൽ ലിത്തോട്രിപ്സി പ്രൊസീജിയറോ ആണ് ചെയ്യുക. അപ്പം സർജറിക്കും പ്രൊസീജിയറിന് ശേഷം ചിലരിൽ മൂത്രനാളിയിൽ അണുബാധ കാണാറുണ്ട്. പിന്നെ വീണ്ടും കല്ല് വരാനുള്ള സാധ്യത അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ വൃക്കയുടെ പ്രവർത്തനം താൽക്കാലികമായിട്ടൊന്ന് സ്ലോ ഡൗൺ ആവാനും സാധ്യതയുണ്ട്. ഇനി ആയുർവേദത്തിൻ്റെ സാധ്യതകൾ പറയാം. ആയുർവേദത്തിൽ അശ്മരി എന്നാണ് കിഡ്നി സ്റ്റോണിനെ വിളിക്കുന്നത്. കല്ലിനെ ചെറിയ അംശങ്ങളായിട്ട് അതിനെ കൊച്ചു പീസസ് ആക്കി മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളാനുള്ള കഴിവ് ആയുർവേദത്തിനുണ്ട്. അപ്പോൾ എന്താ ഗുണം? ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ പ്രകൃതിദത്തമായ മാർഗത്തിലൂടെ ഈ കല്ല് നമ്മൾ പുറത്ത് കളയും. വൃക്കയുടെ പ്രവർത്തനം മന്ദഗതിയിലാകുമോ ഇവിടെ? ഇല്ല. വൃക്കയുടെ പ്രവർത്തനം ഒന്നും കൂടി മെച്ചപ്പെടുകയാണ് ചെയ്യുക. വീണ്ടും കല്ല് വരാനുള്ള സാധ്യതയും കുറയ്ക്കും. അപ്പോൾ ഇത്രയും അഷ്വറൻസ് ഉണ്ട് കിഡ്നി സ്റ്റോണിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ. ഇത് വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യുക? കല്ല് വന്നവർക്കും വരാൻ സാധ്യതയുള്ളവർക്കും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കുക എന്നുള്ള കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കണം. വൃക്കകൾക്കും ശുദ്ധീകരണം ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുള്ളൂ ടോക്സിൻസിനെ. അവർക്കിപ്പോൾ നമ്മൾ ചെളിയുള്ള ഒരു സ്ഥലത്ത് തറയിൽ നമ്മൾ വെള്ളം ഒഴിച്ചാണ് ആ ചെളി കളയുന്നത് അല്ലേ? അതേപോലെ തന്നെയാണ് കിഡ്നിയിലുള്ള അഴുക്കുകളെ പുറന്തള്ളുന്നത് വെള്ളം കൊണ്ട് തന്നെയാണ്, ഫിൽട്രേഷൻ. അപ്പം അഡിക്വേറ്റ് ആയിട്ടുള്ള വെള്ളം വേണം. ഈ അരിച്ചരിച്ച് കൊണ്ടുപോകുന്നതെല്ലാം മൊത്തത്തിൽ കട്ടിയുള്ള ഐറ്റംസ് ആണെങ്കിൽ അവിടെ അതൊരു പ്രശ്നം വരാനായിട്ട് സാധ്യതയാണ്. അതേസമയം വെള്ളം കൂടുതലായിട്ട് ചെല്ലുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്ലഷ് ഔട്ടായി പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഭക്ഷണക്രമം, അമിതമായിട്ട് ഉപ്പ്, തക്കാളി, അമിതമായിട്ട് ഇലക്കറികൾ, അതായത് ഈ ഓക്സലേറ്റ് കൂടിയിട്ടുള്ള ഇലക്കറികളുണ്ട്. എല്ലാ ഇലക്കറികളും ആഴ്ചയിൽ ഒരു 3 ദിവസം കഴിച്ചാൽ മതി. എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല. അല്ലെങ്കിൽ ലിമിറ്റഡ് എമൗണ്ടിൽ കഴിക്കണം. കണ്ടമാനം നമ്മൾ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാലൻസ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഫൈബർ വേണം, പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഇങ്ങനെ എല്ലാം ഉണ്ടായിരിക്കണം. നമ്മുടെ ഫാറ്റ് വേണം. ഫാറ്റ് വേണ്ടെന്നല്ല, ഹെൽത്തി ഫാറ്റ് നമുക്ക് വേണം.
അപ്പോൾ ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്ന് വളരെ കൂടുതൽ, ഒന്ന് വളരെ കുറവ്, അങ്ങനെയല്ല. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ശരീരത്തിലെ പിത്തത്തെയും വാതത്തെയും സമമായിട്ട് നിർത്തുന്ന ഔഷധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഇത്തരം ആൾക്കാർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൃത്യമായ വ്യായാമം, ശരീരഭാരം കറക്റ്റാക്കുക. BMI നോക്കിയിട്ടില്ലാത്തവർ അത് നോക്കി കറക്റ്റ് ചെയ്യുക. അതിന് എന്തെങ്കിലും സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ BMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ BMI എക്സീഡ് ചെയ്യാതെയോ അതിൽ കുറഞ്ഞു പോകാതെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ കിഡ്നി സ്റ്റോണിനെ ഭയക്കേണ്ടതില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. പക്ഷേ അവഗണിക്കാൻ പാടില്ല. ചെറിയ കല്ലുകൾ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ആയുർവേദത്തിലൂടെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ യൂറിൻ റിപ്പോർട്ടും സ്കാനിങ് റിപ്പോർട്ടും നിങ്ങളുടെ കയ്യിലുണ്ട്. കിഡ്നി സ്റ്റോൺ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇമെയിൽ ID റിപ്പോർട്ട്സ് അയച്ചോളൂ. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ദൂരീകരിക്കാൻ സാധിക്കും, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കും. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.